സാറിൻ്റെ ഒരു ദിവസത്തെ ചിട്ട എങ്ങനെയാണ്? രാവിലെ എഴുന്നേറ്റാൽ രാവിലെ കഴിയുന്നതും ഒരു 5 മണിയോട് കൂടി എഴുന്നേൽക്കുക എന്നുള്ളതാണ് പരിപാടി. ഇപ്പോഴും എക്സസൈസ് ഉണ്ടോ? ചിലപ്പോൾ 5:30 പോവും. ആ എക്സസൈസ് കഴിയുന്ന ദിവസങ്ങളിലൊക്കെ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. യാത്രയിലൊക്കെ ആകുമ്പോൾ നടക്കില്ല. യോഗയാണോ? എന്താ ചെയ്യാറ്? അതിപ്പോൾ നടത്താൻ പറ്റുമെങ്കിൽ എന്തോ നടക്കും. അങ്ങനെ എന്തെങ്കിലും എക്സസൈസൊക്കെ ചെയ്യും, അത്രയും. ഭക്ഷണത്തിനൊക്കെ ഭയങ്കര കൃത്യമാണോ? അങ്ങനെയൊന്നുമില്ല. എന്തും കഴിക്കും. എന്തും കഴിക്കും. ഇപ്പോൾ കൂടുതലുള്ള ആൾക്കാർക്കും സാറിനോട് ട്രാവൽ ചെയ്യുമ്പോൾ സാധനം ആൾക്കാർ ഒക്കെ കഞ്ഞിയൊക്കെ കുടിപ്പിക്കാറ് തോന്നുന്നു, സത്യമാണോ? കഞ്ഞി കിട്ടിയാൽ കഞ്ഞി കുടിക്കും. കൂടുതൽ ആൾക്കാർ അതന്നെ കഴിക്കേണ്ടി വരില്ലേ? അതിപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം ഒരാൾക്ക് കഴിക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ അന്നേരത്ത് കഴിക്കും. എന്താണോ ഉള്ളത് കഴിക്കും, അത്രയും. അത് സാധാരണ ഇപ്പോൾ തലശ്ശേരി ഇന്നേ ഭക്ഷണം തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. തലശ്ശേരിയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങളുടെ അവിടുത്തെ കോഴി ബിരിയാണിയൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ ഈ എന്താ താങ്കളുടെ ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം? ബിരിയാണിയൊക്കെ കഴിക്കുന്ന കാലം കഴിഞ്ഞു പോയി. അതൊക്കെ മുമ്പൊക്കെ ധാരാളം കഴിച്ചു. ഇനിയിപ്പം ബിരിയാണിയോട് വലിയ താല്പര്യങ്ങളൊന്നുമില്ല. ഇപ്പം കഴിയുന്നതും ബിരിയാണി ഒഴിവാക്കലാണ്. ഭയങ്കര ഹെവി ആയിരുന്നു. തലശ്ശേരി ബിരിയാണി വളരെ ഫേമസ് ആണ്. കേരളത്തിലുള്ള ബിരിയാണിയിൽ തലശ്ശേരി ബിരിയാണിയാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ളത്. അപ്പോൾ ഈ തിരുവനന്തപുരത്തോട്ടേക്ക് മാറിയപ്പോൾ ഈ തലശ്ശേരിയിലെ ചില നല്ല നല്ല കാര്യങ്ങളൊക്കെ മിസ് ചെയ്യാറില്ലേ സാർ ജീവിതത്തിൽ? ഉണ്ട്. ഏറ്റവും പ്രശ്നം തലശ്ശേരി ഭക്ഷണം മിസ് ചെയ്യുന്നുള്ളതാണ്. ശരിക്കും എന്താ ഇഷ്ടം തലശ്ശേരി ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇപ്പം മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടോ? തലശ്ശേരി ഭക്ഷണം കല്ലുമക്കായി, കോഴിയട എന്ന് പറയും, മറ്റേ പല പേരിലുള്ള ഭക്ഷണ അരിക്കടുക്ക. അത് ഈ കല്ലുമക്കായിനെ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം. പിന്നെ മത്സ്യത്തിന്റെ തന്നെ അവിടുത്തെ മത്സ്യത്തിന്റെ രുചി പ്രത്യേകമാണ്. ഹോട്ടലുകളുടെ ഭക്ഷണം നോക്കിയാലും ഏറ്റവും ചെറിയ പൈസക്ക് ഭക്ഷണം കിട്ടുന്ന സ്ഥലം തലശ്ശേരിയാണ്. തിരുവനന്തപുരത്ത് തന്നെ മിക്കവാറും ഇങ്ങനെ അസംബ്ലിയും പ്രശ്നങ്ങളും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈശ്വര ഇന്നത്തെ ഒരു പരിപാടിയൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവല്ലേ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എപ്പോഴാണ് തലശ്ശേരിക്ക് പോകാൻ പറ്റാറ്? മിക്കവാറും ആഴ്ചയിൽ ഒരു ദിവസം പോകാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്നാലും പരിപാടികൾ മറ്റു പല സ്ഥലത്തും വരുന്നത് കൊണ്ട് പോകാൻ പറ്റാതെ വരും. അസംബ്ലി അടക്കവും പ്രത്യേകിച്ചിട്ടും പോകാൻ സാധിക്കാതെ വരും. എന്തെങ്കിലും ഇതുണ്ടോ അങ്ങനെ വളരെയധികം കർക്കശമായിട്ട് ഇന്ന ദിവസം ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഇഡ്ഡലി, ദോശ അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല. പുട്ട് ഏതായാലും കുഴപ്പമില്ല, കിട്ടുന്നത് കഴിക്കും. ഈ പേരിലൊരു വലിയ ഗാംഭീര്യമുണ്ട്, പക്ഷെ സാർ ഭയങ്കര സോഫ്റ്റാണ്. പേരിൻ്റെ ഒരു പ്രശ്നമാണ്. അതെന്നെ അറിഞ്ഞുകൂടാത്ത ആളുകൾ ഇങ്ങനെ പല തരത്തിലും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കാറുണ്ട്. പിന്നെ സാറിന് ദേഷ്യമേ വരില്ല എന്ന് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെ ദേഷ്യം വരാത്തൊരു മനുഷ്യരുണ്ടോ? അങ്ങനെ പറയാൻ കഴിയില്ല. ദേഷ്യം വരേണ്ട സമയത്ത് ദേഷ്യം വരും. അതൊക്കെ മനുഷ്യ സഹജമായിട്ട്. എന്നാലും എന്തിനായിരിക്കും പെട്ടെന്നൊരു ദേഷ്യം ഉണ്ടാവുക? പെട്ടെന്നല്ല, ബിൽഡപ്പ് ചെയ്ത് ഒരു ദേഷ്യം വരാവുന്ന ഒരു ദേഷ്യം എപ്പോഴും വരും എന്നുള്ള മുൻകൂട്ടി പറയാൻ പറ്റുമോ? ഓരോ സാഹചര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കാണുമ്പോൾ ഒരു അമർഷം ഉണ്ടാവും. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ആർക്കായാലും ദേഷ്യം ഉണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവും. അതുമാതിരി ചോദിക്കേണ്ട ഒരു കാര്യം സാർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാറിൻ്റെ വളർന്ന രീതിയിൽ ഇപ്പോൾ തലശ്ശേരിയിൽ തന്നെ ഇപ്പോൾ അച്ഛൻ, അമ്മ, നിങ്ങളുടെ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് എങ്ങനെയായിരുന്നു കാലഘട്ടം? എൻ്റെ അച്ഛൻ ഞാനൊരു സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ മരണപ്പെട്ടു പോയിരുന്നു. അധ്യാപകനായിരുന്നു. പിന്നെ അമ്മയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അമ്മ ഞാനിപ്പോൾ മന്ത്രിയായിട്ട് കുറച്ച് 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മ മരണപ്പെട്ടു പോയത്. അമ്മ പക്ഷേ വട്ടക്കാലം 96 വയസ്സ് വരെ ജീവിച്ചു. അപ്പോൾ അതിൻ്റെ കണ്ടു, സത്യപ്രതിജ്ഞ ചെയ്യുന്നതൊക്കെ കണ്ടു. അതിനുശേഷമാണ് മരിച്ചത്. അപ്പോൾ അത് അമ്മയായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. സിസ്റ്റേഴ്സും ബ്രദേഴ്സൊക്കെ? സിസ്റ്റേഴ്സ് 2 പേര് കല്യാണം കഴിച്ചവർ മദ്രാസിലാണ്. വേറൊരു സിസ്റ്റർ നാട്ടിൽ തന്നെ. ഓരോ സിസ്റ്റർ മരണപ്പെട്ടു പോയി ചെറുപ്പത്തിൽ തന്നെ. അങ്ങനെ 4 സിസ്റ്റേഴ്സാണ്. ഒരാളാണോ, ബ്രദറാണോ? ഞാനൊരു ആൺകുട്ടി, ഒരാളും. അപ്പോൾ അന്ന് ഈ രാഷ്ട്രീയത്തിലേക്ക് കയറുമ്പോഴേക്കും അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ SFI ജോയിൻ ചെയ്ത സാർ 73-ലല്ലേ? ഞാൻ 68 തന്നെ SFIയിലേക്ക് ചെന്നു. SFIയിലാണ് KSF. 68 സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ KSFിൻ്റെ പ്രവർത്തകനായി. 4 പെങ്ങന്മാർക്ക് കൂടിയിട്ടൊരു ആങ്ങളല്ലേ വീട്ടിൽ. അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ട അങ്ങനെ ഒരു വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? വെറുതെ എന്തിനാ കൊടി പിടിക്കാൻ പോകണമെന്നൊക്കെ? അങ്ങനെ പോകാൻ പാടില്ല എന്ന് എല്ലാ വീട്ടിലും ഉണ്ടാവും. അതുപോലെ എൻ്റെ വീട്ടിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതായാലും തിരിഞ്ഞു നോക്കുമ്പോണ്ടല്ലോ ഒരുപാട് നല്ല അന്നത്തെ കാലത്ത് ഒരുപാട് കൊണ്ടു നടക്കാൻ ഒരു മെൻറ്ററായിട്ടും ഗൈഡായിട്ടൊക്കെ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നുണ്ട്. അത് ശരിക്കും ഏറ്റവും അധികം മനസ്സിനോട് അടുത്ത ഒരു ഗോഡ് ഫാദർ ആരാ പൊളിറ്റിക്സിലെ? അല്ല, ആ കാലത്ത് നമ്മുടെ ദേശീയ തലത്തിലും സംസ്ഥാനത്തിലൊക്കെ വളരെയധികം ആകർഷിച്ച പേര് EMSൻ്റെ പേരാണ്. പിന്നെ AKG. EMSന് AKG എനിക്ക് പരിചയപ്പെടാൻ അവസരം കിട്ടി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത്. ഇപ്പോൾ ജീവിതത്തിൽ അവരൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ ഏറ്റവും ഒരുപാട് നല്ല ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് അവരൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഒരു മിസ്സിങ് ഉണ്ടായിട്ടുണ്ടോ? ഇവരൊന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് ഒക്കെ പല സന്ദർഭങ്ങളിലും തോന്നാറുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവിനുള്ള പ്രത്യേകത മറ്റൊരു നേതാവിന് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ EMSന് സമാനം EMS മാത്രമേ ഉള്ളൂ. AKGക്ക് സമം AKG മാത്രമേ ഉള്ളൂ.
പിന്നെ നായനാറുടെ ഒരു ബാല്യകാലം ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇവരെല്ലാം തന്നെ ജീവിതത്തിൽ ഒരുപാട് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നേതാക്കന്മാരാണ്. എന്നിരുന്നാലും ഇന്ത്യയിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടിയിലെ ഒരു നേതാവിനോട് ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ ആരാധന ഞാൻ പറയുന്നത് ഒരു ഇഷ്ടം അല്ലെങ്കിൽ അവർ അങ്ങനെ മൂല്യങ്ങളോട് കൂടുതൽ ഒരു ഇത് തോന്നിയിട്ടുണ്ടോ? അദ്ദേഹം നല്ലൊരു നേതാവാണെന്ന് തോന്നുന്ന ഒരാൾ ഇന്ത്യയിൽ ജീവിച്ചിരുന്നാലുണ്ട്, മരിച്ചുപോയവരിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. നെഹ്റുവിൻ്റെ ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ പലരും നെഹ്റുവിനെ കുറിച്ച് വായിക്കാൻ ശ്രമിച്ചതിൽ മറ്റു പലരിൽ നിന്നും അദ്ദേഹം വ്യത്യസ്തനാണെന്ന് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം കേട്ടിട്ടുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ നമുക്ക് പരിചയം. ഇപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്കാരല്ലോ ഇന്ന് ജീവിച്ചിരിക്കുന്നത് അതൊക്കെ പറഞ്ഞാൽ ചില പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ആരെയും പേര് പ്രത്യേകിച്ച് പറയുന്നില്ല.